ഇന്ന് നമുക്ക് കുഡ് ചേർത്ത് പറയാൻ നോക്കാം. കുഡ് ചേർത്ത് പറയുന്നത് എങ്ങനെയാ? കുഡ് എന്ന് പറയുമ്പോൾ ക്യാനിന്റെ പാസ്റ്റ് ആയിട്ട് പറയും. കഴിയുമായിരുന്നു, കഴിയുമായിരുന്നു. ക്യാൻ എന്ന് പറഞ്ഞാൽ കഴിയും, കുഡ് എന്ന് പറഞ്ഞാൽ കഴിയുമായിരുന്നു എന്ന് പറയാം. അതില് ഭൂതകാലത്തിലെ കഴിവ്, വിനയത്തോടെയുള്ള അഭ്യർത്ഥന പറയാൻ, അതുപോലെ സാധ്യതകൾ പറയാൻ, വിനയത്തോടെ അനുവാദം ചോദിക്കാൻ എന്നിവയ്ക്കൊക്കെ കുഡ് ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഭൂതകാലത്തിലെ കഴിവ് പറയുമ്പം എനിക്ക് നല്ല വേഗത്തിൽ ഓടാൻ കഴിയുമായിരുന്നു ചെറുപ്പമായിരുന്നു. അപ്പം അതെങ്ങനെ പറയും? എനിക്ക് ആവുമ്പോ ഞാൻ, ഐ കുഡ് കഴിയുമായിരുന്നു, റൺ വെരി ഫാസ്റ്റ് വളരെ വേഗത്തിൽ ഓടാൻ കഴിയുമായിരുന്നു. എപ്പോഴാ? വെൻ ഐ വാസ് യങ്, ഞാൻ ചെറുപ്പമായിരുന്നപ്പം എനിക്ക് വേഗത്തിൽ ഓടാൻ കഴിയുമായിരുന്നു. അതുപോലെ തന്നെ ഐ കുഡ് ഡാൻസ് വെൻ ഐ വാസ് എ ചൈൽഡ്, ഞാൻ കുട്ടിയായിരുന്നപ്പോൾ എനിക്ക് ഡാൻസ് ചെയ്യാൻ കഴിയുമായിരുന്നു, ഇപ്പൊ പറ്റത്തില്ല, പ്രായമായി. അങ്ങനെയൊക്കെ പറയുമ്പോൾ കുഡ് ഉപയോഗിക്കുന്നത്. കഴിയുമായിരുന്നു പാസ്റ്റ് എബിലിറ്റി. ഇനി വിനയത്തോടെ അഭ്യർത്ഥിക്കാൻ വേണ്ടി പറയുമ്പം കുഡ് യു ഹെൽപ്പ് മീ, നിനക്കെന്നെ സഹായിക്കാൻ കഴിയുമോ? അതൊരു വിനയത്തോടെ ചോദിക്കുക, നിനക്കെന്നെ ഒന്ന് സഹായിക്കാൻ കഴിയുമോ? കുഡ് യു ഹെൽപ്പ് മീ, കുഡ് കഴിയുമോ, ഹെൽപ്പ് മീ എന്നെ. പിന്നെ ഒരു കാര്യം നടക്കാൻ ചെറിയ സാധ്യത ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ട് കുഡ് ഉപയോഗിക്കും. ഇറ്റ് കുഡ് റെയിൻ ടുഡേ, ഇന്ന് മഴ പെയ്തേക്കാം, ചെറിയ സാധ്യതയുണ്ട്, ഇന്ന് മഴ പെയ്തേക്കാം. ഇറ്റ് കുഡ് റെയിൻ ടുഡേ അങ്ങനെ പറയുമ്പോൾ. പിന്നെ മര്യാദയോടെ ഒരു അനുവാദം ചോദിക്കാൻ, കുഡ് ഐ യൂസ് യുവർ ഫോൺ, എനിക്ക് നിങ്ങളുടെ ഫോൺ ഉപയോഗിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ ഉപയോഗിക്കാമോ, ഞാൻ നിന്റെ ഫോൺ ഒന്ന് എടുത്തോട്ടെ, ഉപയോഗിച്ചോട്ടെ എന്ന് ചോദിക്കാൻ കുഡ് ഐ യൂസ് യുവർ ഫോൺ. പിന്നെ നമ്മളൊരു നിർദ്ദേശം പറയാന്, വി കുഡ് ഗോ ടു ദ ബീച്ച്, നമുക്ക് ബീച്ചിൽ പോയാലോ എന്നൊക്കെ ചോദിക്കാം, സജഷൻ ആയിട്ട് പറയുമ്പോൾ. പിന്നെ അടുത്തത് ഈ കുഡിന്റെ കൂടെ നോട്ട് ചേർക്കാൻ, കഴിഞ്ഞില്ല, കനോട്ട് കഴിയില്ല എന്നായിരുന്നു, അതിന്റെ പാസ്റ്റ് ആയിട്ട് പറയുമ്പോൾ കുഡ് നോട്ട് കഴിഞ്ഞില്ല എന്ന് പറയും. ഐ കുഡിന്റ് സിംഗ്, എനിക്ക് പാടാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ഐ കുഡിന്റ് സ്വിം, എനിക്ക് നീന്താൻ കഴിഞ്ഞില്ല, മുട്ടുവേദന ആയിരുന്നുകൊണ്ട് നടക്കാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ ഓടാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ പറയുമ്പോൾ കഴിഞ്ഞില്ല എന്ന് പറയാൻ കുഡ് നോട്ട് അതിന്റെ ചുരുക്കമാണ് കുഡിന്റ്. പിന്നെ കുഡ് ഹാവ് ഉണ്ട്, കുഡിനോട് ഹാവ് ചേർത്ത് പറയും. എനിക്ക് കഴിയുമായിരുന്നു അല്ലെങ്കിൽ ചെയ്യാമായിരുന്നു. ഐ കുഡ് ഹാവ് ഹെൽപ്പ് ഹിം, എനിക്ക് അവനെ സഹായിക്കാമായിരുന്നു പക്ഷെ ഞാൻ ചെയ്തില്ല. ഐ കുഡ് ഹാവ് സിംഗ്, എനിക്ക് പാടാൻ കഴിയുമായിരുന്നു, ഞാനത് ചെയ്തില്ല. അങ്ങനെയൊക്കെ പറയുമ്പം കുഡ് ഹാവ് ചെയ്യാമായിരുന്നു, കഴിയാമായിരുന്നു, എനിക്കത് ചെയ്യാമായിരുന്നു, നീന്താമായിരുന്നു, ഓടാമായിരുന്നു, ചടാമായിരുന്നു, പക്ഷെ ഞാൻ ചെയ്തില്ല. അതിനാണ് അങ്ങനെ പറയാനുള്ള പ്രയോഗത്തിനാണ് കുഡ് ഹാവും കൂടെ ചേർത്ത് ഉപയോഗിക്കുന്നത്. പിന്നെ ക്യാൻ എന്ന് പറയുന്നത് നിലവിലുള്ള കഴിവിനെ പറയാനും, കുഡ് എന്ന് പറയുന്നത് കഴിഞ്ഞ കാലത്തിൽ ഉണ്ടായിരുന്ന കഴിവിനെ പറയാനും, കുഡ് നോട്ട് കഴിഞ്ഞ കാലത്തിൽ കഴിഞ്ഞില്ല എന്ന് പറയാനും, കുഡിന്റെ കൂടെ ഹാവ് ചേർത്ത് പറയുമ്പം ചെയ്യാമായിരുന്നു. അത് ഇത്രയും മനസ്സിലായോ കുഡ്? ഇനി ഒരുപാട് വിശാലമായിട്ട് പറയാനുണ്ട്, വീഡിയോയുടെ ലെങ്ത് കൂടി പോകുന്നതുകൊണ്ട് ജസ്റ്റ് തുടക്കക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത് ഇത്രയും പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഏകദേശം മനസ്സിലായി കാണുമല്ലോ. ഇനി സ്വന്തമായിട്ട് സെന്റൻസുകൾ ഉണ്ടാക്കി പഠിക്കാൻ ശ്രമിക്കും. ഒരുപാട് വാക്കുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സഹായക ക്രിയകളും മറ്റു കാര്യങ്ങളും വെർബുകളും വെർബ് സ്പ്ലിറ്റ് ചെയ്യുന്ന എല്ലാം പഠിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ നോക്കി അല്ലെങ്കിൽ അത് അന്നന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സ്വന്തമായിട്ട് സെന്റൻസ് പറയാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഓക്കെ.